ഇന്ന് നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നത് 1 kg വെയിറ്റ് വരുന്ന ഒരു കേക്കും അതിനോടൊപ്പം 6 കപ്പ് കേക്കും കൂടിയാണ്. അപ്പോൾ ഇത് കപ്പ് കേക്ക് സെറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. ഞാൻ കപ്പ് കേക്കിൽ കസ്റ്റമറോട് ചോദിച്ച ശേഷമാണ് ചെയ്യുന്നത്. കസ്റ്റമറോട് ചോദിക്കും നിങ്ങൾക്ക് ഫില്ലിങ് ചേർത്തിട്ടുള്ള കപ്പ് കേക്ക് വേണോ അല്ലാതെ പ്ലെയിൻ വേണോ എന്ന് ചോദിക്കും. എന്നിട്ടാണ് അതിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നതും. കസ്റ്റമറുടെ അഭിപ്രായ പ്രകാരമാണ്. ഇതിപ്പോൾ കേക്കിൻ്റെ അതേ ഫ്ലേവറിൽ തന്നെ ചെയ്യാനാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് പ്രകാരം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണോ കേക്കിൽ ഫില്ലിങ് കൊടുക്കുന്നത് അതുപോലെ ഈ കപ്പ് കേക്കിനകത്തും ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിന് വേറെ ഡിസൈനൊന്നും കസ്റ്റമർ തന്നിട്ടില്ല. നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതൊരു പ്രത്യേക ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലേവറിനനുസരിച്ചുള്ള അതിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള ഡിസൈൻ കൊടുക്കാമെന്ന് ഞാൻ കരുതി അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് കേക്കാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിപ്പോൾ ഫ്ലേവർ പറയുന്നില്ല, അടുത്തൊരു വീഡിയോയിലാവാം ഫ്ലേവറൊക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ വീഡിയോയുടെ താഴെയൊക്കെ വന്നിട്ട് ഒരുപാട് പേര് പലവിധമായിട്ടുള്ള ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഞാൻ കൊടുക്കുന്ന സിറപ്പ് ഏതാണെന്ന്. ഞാൻ സിറപ്പ് കൊടുക്കുന്നത് ഓരോ കേക്കിൻ്റെ ഫ്ലേവർ അനുസരിച്ചിട്ടുള്ള സിറപ്പ് തയ്യാറാക്കിയാണ് കൊടുക്കുന്നത് കേട്ടോ. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. ചിലർ ഷുഗർ സിറപ്പ് മാത്രമായിരിക്കും എല്ലാ കേക്കിനും യൂസ് ചെയ്യുന്നത്. ഞാൻ ഓരോ കേക്കിനും സെപ്പറേറ്റ് എൻ്റേതായിട്ടുള്ള രീതിയിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയാണ് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ആ കേക്കിനുണ്ടാവും. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും വേഗം ചെയ്യാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരാളുടെ ഡൗട്ടായിരുന്നു ക്രീം എത്ര ചെയ്താലും ക്രീമാണോ കേക്കാണോ എന്നറിയില്ല എയർ ബബിൾസ് കയറുന്നെന്നുള്ളത്. അപ്പോൾ ക്രീമിലാണെങ്കിൽ അത് ഓവർ ബീറ്റായിട്ടായിരിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി കളർ ചേർത്തിട്ടൊക്കെ ആയിരിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ നേരം ഫ്രിഡ്ജിൽ നമ്മൾ ബീറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ എയർ ടൈറ്റായിട്ട് അടയ്ക്കാതെ വെച്ചിട്ടുണ്ടെങ്കിലും ക്രീമിൽ ഇതുപോലുള്ള എയർ ബബിൾസ് കയറാം. പിന്നെ കേക്കിലാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ബാറ്ററൊക്കെ ഒഴിച്ച് ഓവനിലോട്ട് വെക്കുന്നതിന് മുമ്പായിട്ട് അത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് രണ്ടുമാണ് എയർ ബബിൾസ് കയറുന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം. അഥവാ ക്രീമിൽ എയർ ബബിൾസ് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂണൊക്കെ ക്രീം നമ്മൾ ബീറ്റ് ചെയ്യാത്ത ക്രീം അതിലോട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ എയർ ബബിൾസൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ. കുറച്ച് സ്മൂത്തായിട്ട് വേണം എപ്പോഴും നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ സ്റ്റിഫായി കഴിഞ്ഞാലും ഈ എയർ ബബിൾസ് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പിന്നെ ഏത് ക്രീമാണോ യൂസ് ചെയ്യുന്നത് അത് നല്ലതാണോ എന്നൊക്കെ ഉറപ്പ് വരുത്തുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ചാമ്പ്യൻ്റെ ക്രീമാണ്. പിന്നെ ക്യാമറയുടെ ക്രീമും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എല്ലാവർക്കും അത്ര ശരിയായിട്ട് കിട്ടണമെന്ന് ഇല്ല. അപ്പോൾ അത് കുറച്ച് ബീറ്റിംഗ് ടൈം കൂടുതലാണ് ആ ഒരു ക്രീമിന്. ഇതൊക്കെ എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്.